നമസ്കാരം. 5 PM വാർത്തകൾ ആരംഭിക്കുന്നു. വാർത്തകളിലേക്ക്. ഇന്ത്യൻ സൈന്യം മുൻപും നിയന്ത്രണ രേഖ കടന്ന മിന്നലാക്രമണം നടത്തിയിരുന്നുവെന്ന് മുൻ മേജർ ജനറൽ വെളിപ്പെടുത്തി. 3 പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേർക്ക് ആക്രമണം നടത്തിയതിൽ 8 പാക് സൈനികരെ വധിച്ചതായും മേജർ വ്യക്തമാക്കി. ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റിട്ടയർഡ് ജനറൽ SK ചക്രവർത്തിയുടെ വെളിപ്പെടുത്തൽ. അതിർത്തി കടന്ന ഇന്ത്യൻ സൈന്യം മുൻപും മിന്നലാക്രമണം നടത്തിയിരുന്നതായാണ് മുൻ മേജർ ജനറൽ SK ചക്രവർത്തി വെളിപ്പെടുത്തിയത്. 2011 ഓഗസ്റ്റ് 30 ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നും ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ റിട്ടയർഡ് ജനറൽ വെളിപ്പെടുത്തി. പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ മിന്നലാക്രമണം. 2011 ജൂലൈ 30 പാക് സൈന്യം രജ്പത്തിലെയും കുമാവോണിലെയും ഇന്ത്യൻ പോസ്റ്റുകളിൽ ആക്രമണം നടത്തിയത്. 2 ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഹവിൽദാർ ജയ്പാൽ സിംഗ്, ലാൻസ് നായിക് ദേവേന്ദർ സിംഗ് എന്നീ 2 ഇന്ത്യൻ സൈനികരുടെ തല അറുത്തുമാണ് പാകിസ്ഥാൻ തിരികെ പോയത്. ഇതിന് തിരിച്ചടിയായാണ് 1 മാസത്തിനു ശേഷം ഓഗസ്റ്റ് 30 3 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. പോലീസ് ചൌക്കി, ഹിഫാസത്ത്, ലാഷ്ഡത്ത് എന്നീ 3 പാക് പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ഓഗസ്റ്റ് 29 തന്നെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യം തമ്പടിച്ചു. പാരാ കമാൻഡോ അടക്കം 25 സൈനികരാണ് ഓപ്പറേഷൻ ജിഞ്ചർ എന്ന മിന്നലാക്രമണം നടത്തിയത്. 2 സംഘമായി തിരിഞ്ഞായിരുന്നു മിന്നലാക്രമണം നടത്തിയത്. ഒരു സംഘം പുലർച്ചെ 4 മണിയോടെ തന്നെ പാക് പോസ്റ്റിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചു. 7 മണിയോടെ പാകിസ്ഥാൻ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ അടക്കം 4 പാക് സൈനികർ എത്തി. തുടർന്ന് ഇന്ത്യൻ സേന കുഴിബോംബ് സ്ഫോടനം നടത്തി ഇവരെ വധിച്ചു. മറ്റൊരു സംഘം 2 പാക് പോസ്റ്റുകളിൽ കൂടി ആക്രമണം നടത്തി 8 പാക് സൈനികരെ വധിച്ചു. 2 പാക് സൈനികരുടെ തലയുമായാണ് ഇന്ത്യൻ സേന നിയന്ത്രണ രേഖ കടന്ന് തിരികെ എത്തിയതെന്നും മേജർ ജനറൽ SK ചക്രവർത്തി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. PK ശ്രീമതിയുടെ മരുമകളുടെ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചു. നിയമന വിവാദം ഗൗരവമുള്ളതും പാർട്ടി പരിശോധിക്കുമെന്നും പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. നേരത്തെ വേറെ എന്തെല്ലോ ചോദിച്ചല്ലോ. അത് ഞങ്ങളുടെ ഒരു സമ്പ്രദായം. സാധാരണ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനങ്ങളിൽ 3 പേരെ നിയമിക്കാൻ അതത് മന്ത്രിമാർക്ക് അവകാശം കൊടുക്കാറുണ്ട്. അതിലൊന്ന് 2 ഡ്രൈവർമാരിൽ ഒരാളെ, പിന്നെ വീട്ടിലുള്ള ഫോൺ എടുക്കൽ, അത് വീട്ടിനകമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നിലയാണല്ലോ, അങ്ങനെയുള്ള ഒരാൾ, പിന്നെ വീട്ടിനകത്തുണ്ടാകേണ്ട കുക്ക്, ഈ 3 പേരെ മന്ത്രിക്കെടുക്കുക. ഇതാണ് ഞങ്ങൾ പൊതു നിലപാട്. അതായിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകുക. അതിൽ ആരെ നിയമിക്കുന്നു എന്നത് പാർട്ടി തീരുമാനിക്കുന്നതല്ല, ബന്ധപ്പെട്ട മന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ടീച്ചറുമായി ബന്ധപ്പെട്ട ആ കാലത്തെ ആ പ്രശ്നത്തിൽ അവർ മകൻ്റെ ഭാര്യയെ നിശ്ചയിച്ചത് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ടായിരുന്നില്ല, പാർട്ടിയുടെ അറിവോടെയായിരുന്നില്ല. പാർട്ടി അറിയേണ്ട കാര്യമില്ല. അതാണ് യഥാർത്ഥ വസ്തുത. പിന്നീട് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവരെ ഈ പറയുന്ന മകൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു. അപ്പോഴാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് അനുചിതമായ ഒരു കാര്യമായി കണ്ടുകൊണ്ട് അത് റദ്ദ് ചെയ്യുകയും ചെയ്തു. അതാണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിച്ചു. അത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം അതിനകത്ത് വേറെ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. അതായത് പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനമല്ല. അത് ബന്ധപ്പെട്ട മന്ത്രിക്ക് നിയമിക്കാൻ അവകാശമുള്ള പോസ്റ്റ് അവർ നിയമിച്ചതാണ്. പക്ഷെ അവർക്ക് പ്രൊമോഷൻ കൊടുത്തപ്പോൾ അത് അനുചിതമായ നടപടിയായി. ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു. ഇതാണ് ഉണ്ടായത്. അത് UDFന്റെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണല്ലോ. UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPIM. ഒരു സംശയമില്ല, ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്.
ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. വാർത്തകളിലേക്ക്. മന്ത്രിയായിരിക്കെ മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിശദീകരണവുമായി പി കെ ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളും BJP കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ മരുമകൾ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷൻ അപേക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും ശ്രീമതി ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം ബന്ധു നിയമനത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിക്കുന്നതായി VS അച്യുതാനന്ദൻ പറഞ്ഞു. തന്റെ മരുമകളുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി മുൻ മന്ത്രിയും MP-യുമായ PK ശ്രീമതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പോസ്റ്റിൽ ശ്രീമതി പറയുന്നത് ഇങ്ങനെ: വിമർശനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റാണിത്. എങ്കിലും 10 കൊല്ലം മുമ്പ് നടന്നത് എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പാർട്ടിക്ക് പോറലേക്കാതിരിക്കാൻ അന്ന് ഞാൻ മൗനം ദീക്ഷിച്ചു. മന്ത്രിഭവനത്തിൽ 3 തസ്തികകളിലേക്ക് ആളുകളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതാത് മന്ത്രിമാർക്ക് നിശ്ചയിക്കാമെന്ന് പാർട്ടി തീരുമാനം സെക്രട്ടറി അറിയിച്ചു. അനുവാദം വാങ്ങി ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയെ നിശ്ചയിക്കുകയും ചെയ്തു. ബന്ധുക്കളെ മന്ത്രിമന്ദിരത്തിൽ നിശ്ചയിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ബിരുദധാരികളായവരെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്റ്റാഫിലുള്ളവരെയും അപ്ഗ്രേഡ് ചെയ്തു. അതിൽ എൻ്റെ മകൻ്റെ ഭാര്യയെ ചേർത്തത് ശരിയായ നടപടിയായിരുന്നില്ല. എന്നാൽ മീഡിയ ശക്തമായ വിമർശനം എനിക്ക് നേരെ മാത്രം ഉയർത്തി. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് രാജിവെച്ചു. ഇപ്പോൾ മീഡിയയും BJP കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ എൻ്റെ മോൻ്റെ ഭാര്യ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷന് അപേക്ഷിച്ചിട്ട് പോലുമില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു. അതേസമയം ബന്ധു നിയമന വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. ഗവൺമെൻറ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോപണവിധേയനായ EP ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. വിവാദ നിയമനം നഗ്നമായ അഴിമതിയെന്നും സുധീരൻ പറഞ്ഞു. ശാസനയോ പാർട്ടി പരിശോധനയോ അതൊന്നും ഇതിനകത്ത് ബാധകമല്ല. ഇത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടിയാണ്, അധികാര ദുർവിനിയോഗമാണ്, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വ്യവസായ മന്ത്രി EP ജയരാജനെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ തയ്യാറാകണം. അതാണ് അഭികാമ്യമായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറുക്കു വഴിയിലൂടെ ഈ സ്ഥാനത്ത് അദ്ദേഹത്തെ നിലനിർത്താൻ ആര് ശ്രമിച്ചാലും അത് ആരും അംഗീകരിക്കില്ല, പൊതുസമൂഹം അതിന് അംഗീകരിക്കില്ല. EP ജയരാജനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജയരാജനെതിരായ നടപടി ശാസനയിൽ ഒതുക്കി മുഖ്യമന്ത്രി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ശ്രീമതി ടീച്ചറുടെ വെളിപ്പെടുത്തൽ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ഇതെല്ലാം പാർട്ടി അറിഞ്ഞു തന്നെ നടത്തിയിട്ടുള്ള കാര്യമാണ്. EP ജയരാജൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പാർട്ടി അറിഞ്ഞ് മുഖ്യമന്ത്രി അറിഞ്ഞ് നടത്തിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശുദ്ധനാകാൻ ശ്രമിക്കേണ്ട, പാർട്ടി സെക്രട്ടറി വിശുദ്ധനാകാൻ ശ്രമിക്കേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. സ്വന്തക്കാരെയും ബന്ധക്കാരെയുമാണോ ഇത്രയും പ്രധാന? അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ചെയർമാനല്ല, ഇത് MD ആണ്, അല്ലെങ്കിൽ ജനറൽ മാനേജർ തസ്തികയിലേക്കാണ്. ആ തസ്തികയിലുള്ള ആളുകൾ സാങ്കേതിക പരിജ്ഞാനമുള്ളവരാകണം, മുൻപരിചയമുള്ളവരാകണം, സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള പരിചയം അവർക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇത് സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഇതിനകത്ത് കുത്തി നിറച്ച് പോകുന്ന ഈ നടപടി വളരെ വളരെ തെറ്റായ ഒന്നാണ്, പ്രതിഷേധാർഹമാണ്. വാർത്തകളിലേക്ക്. ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഏകപക്ഷീയമായി അടച്ച തമിഴ്നാട് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. ഈ മാസം 21-ന് സംയുക്ത ജല ക്രമീകരണ ബോർഡ് യോഗം ചേരണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളി. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. അന്തർസംസ്ഥാന നദീജല കരാർ ലംഘിച്ചുകൊണ്ടാണ് തമിഴ്നാട് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ അടച്ചിരിക്കുന്നത്. 58 വർഷത്തിനിടെ ആദ്യമായാണ് കേരളത്തിലേക്ക് വെള്ളം നൽകാതെ ഷട്ടറുകൾ പൂർണ്ണമായും അടക്കുന്ന നടപടി. 1970 വന്ന കരാർ അനുസരിച്ച് ആളിയാർ ഡാമിൽ നിന്ന് ഓരോ മാസവും നിശ്ചിത അളവ് വെള്ളം കേരളത്തിന് നൽകണം.
വെള്ളം വിട്ടുനൽകുന്നതിൽ കുറവ് വരുത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിരുന്നു. തുടർന്ന് വെള്ളം നൽകുന്ന നിലയുണ്ടായി. ഷട്ടറുകൾ പൂർണ്ണമായും അടച്ച കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി ചിറ്റൂർ MLA കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 7000 ഘനയടി ദശലക്ഷം ഘനയടി നമുക്ക് ഈ 15 ദിവസത്തിനുള്ളിൽ ഒക്ടോബർ 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ തരാനാണ് കരാറിലെ വ്യവസ്ഥ. അതാണ് ഇപ്പോൾ അവർ അടച്ചത്. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകാൻ പോകുന്നത് കൃഷി പോകുന്നത് മാത്രമല്ല, പാലക്കാട്ടിലെയും തൃശ്ശൂരും മലപ്പുറമുള്ള കുടിവെള്ള സ്രോതസ്സുകളിനെ പോലും ഇത് അപകടത്തിലേക്ക് വരാൻ പോവുകയാണ്. കാവേരി ജലം എത്തുന്ന തമിഴ്നാട് ബേസിലേക്കാണ് ഇപ്പോൾ ആളിയാറിലെ വെള്ളം വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ആളിയാർ ജലത്തെ ആശ്രയിക്കുന്ന ചിറ്റൂർ മേഖല കടുത്ത വരൾച്ചയിലേക്ക് പോകാൻ ഇത് ഇടവരുത്തും. ഭാരതപ്പുഴയുടെ പ്രധാന സ്രോതസ്സായ ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം എത്താതെ വന്നാൽ ഭാരതപ്പുഴയും വറ്റും. ചിറ്റൂർ മേഖലയിൽ 2ാം വിള നെൽകൃഷി നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മനക്കുടിയിൽ തോട്ടിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. പഴുവിൽ സ്വദേശി ജിത്താണ് മരിച്ചത്. പുലർച്ചെ 6:30യോടെ കാൽനട യാത്രക്കാരനാണ് പാടവരമ്പിനോട് ചേർന്നുള്ള തോട്ടിൽ കാറ് മറിഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ ആളുകൾ കാറിൽ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും സഹയാത്രികരായ ആരെയും കണ്ടെത്താനായില്ല. വാഹനം ഓടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് വാഹനം തോട്ടിലേക്ക് മറിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ലോബിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തണൽ മരങ്ങൾ മുറിക്കാൻ നീക്കം. റോഡ് വികസനത്തിന്റെ പേരിലാണ് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിന് മുന്നിലെ മരങ്ങൾ മുറിക്കാൻ ശ്രമിക്കുന്നത്. പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗാന്ധിയൻ സ്മാരക നിധിയിലൂടെ കൂടെ അറിവോടെയാണ് മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചത്. ട്രാഫിക് തിരക്കില്ലാത്ത റോഡിലെ മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയേറുകയാണ്. ജനരോഷം ഭയന്ന് മരം മുറിക്കാനുള്ള തീരുമാനം പരമരഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. നഗരത്തിലെ ഏറ്റവും കുളിർമയേറിയ പ്രദേശങ്ങളിലൊന്നാണ് സ്വാതി തിരുനാൾ കോളേജിന് മുൻവശം. ഒരുപാട് ആളുകളാണ് ഈ പ്രദേശത്ത് ദിനംപ്രതിയെന്നോണം ശുദ്ധവായു കൊള്ളുന്നതിനായി മാത്രം എത്തിച്ചേരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണകാലത്ത് നട്ടുപിടിപ്പിച്ച തണൽ മരങ്ങൾ പക്ഷികളുടെയും നഗരത്തിലെ ആശ്രയങ്ങളിലൊന്നാണ്. എന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ മരങ്ങൾക്ക് കത്തി വീണേക്കാം. റോഡ് വികസനത്തിൻ്റെ പേരിലാണ് ഈ പ്രദേശത്തെ മരങ്ങൾ വെട്ടാനുള്ള രഹസ്യ നീക്കം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചത്. നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന ഈ മരങ്ങൾ വെട്ടിമുറിച്ചാൽ ഈ മരങ്ങളും അതിൻ്റെ തണലും പിന്നെ ഓർമ്മ മാത്രമാവും. 2015 ഡിസംബർ 12 സർക്കാർ വിളിച്ചൊരു യോഗത്തിൽ വെച്ച് റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടുതന്നേ മതിയാവൂ എന്ന് ഗാന്ധിയൻ സ്മാരകനിധിയോട് ആവശ്യപ്പെട്ടു. 99 വർഷത്തേക്ക് സർക്കാർ പാട്ടത്തിന് വിട്ടുകൊടുത്ത ഭൂമി പതിച്ചു കിട്ടാൻ ആയിടെയാണ് ഗാന്ധിയൻ സ്മാരകനിധി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചത്. ഭൂമി പതിച്ചു കിട്ടണമെങ്കിൽ കയ്യിലുള്ള മരങ്ങൾ നിൽക്കുന്ന പ്രദേശം വിട്ടുതന്നേ മതിയാവൂ എന്നും പുതുക്കിയ പാട്ടത്തുക ഈടാക്കൂ എന്നും ജില്ലാ ഭരണകൂടം കർശന നിലപാടെടുത്തു. പാട്ടഭൂമി പതിച്ചു കിട്ടും എന്ന് കേട്ടപ്പോൾ പരിസ്ഥിതി സ്നേഹികളായ ഗാന്ധിയൻ സ്മാരകനിധി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് മുദ്രപത്രത്തിൽ സർക്കാരിന് എഴുതി നൽകി. പരിസ്ഥിതിക്ക് വേണ്ടി നിരന്തരം മുറവിളി കൂട്ടുന്നവരെ കൂടി പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഈ മരങ്ങൾ വെട്ടാനുള്ള സമ്മതപത്രം തയ്യാറാക്കപ്പെട്ടത്. അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന സ്ഥലമായതിനാൽ റോഡിലെപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുമെന്നതിനാലാണ് വീതി കൂട്ടാൻ ശ്രമിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ മണിക്കൂറുകൾ നിന്നിട്ടും അത്തരമൊരു ട്രാഫിക് കുരുക്കും ഞങ്ങൾക്ക് കാണാനായില്ല. ഒരു പ്രദേശവാസിയുടെ അഭിപ്രായം കേൾക്കുക. ഇവിടെ ഞങ്ങൾ 10-12 വർഷമായി ഈ പ്രദേശത്ത് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു ബ്ലോക്ക് ഇതുവരെ ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ സംഭവം അതിനെപ്പറ്റി അറിയത്തുമില്ല. തണൽ മരങ്ങൾ മുറിച്ചാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഇവിടെ നിന്നും പുറപ്പെടുന്ന ദീർഘദൂര വോൾവോ ബസ് ലോബിക്ക് മാത്രമായിരിക്കും. അന്തർ സംസ്ഥാന വാഹന ലോബിക്ക് വേണ്ടി ഈ പച്ചപ്പുകൾ വെട്ടി നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ഈ സമൂഹത്തിൻ്റെ വളർച്ച കാക്ഷിക്കുന്നവരാണെന്ന് കരുതുക വയ്യ. ഈ മരങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നവർ നാളെയുടെ പൊതുശത്രുക്കളാണ്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.